അപ്പം ഞാൻ അറിയാണ്ടാണ് ഇവർ തമിഴ്നാട്ടിൽ കൊണ്ടുവച്ച് അമ്പലത്തിൽ കൊണ്ടുവച്ച് താലി ഇട്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളൊന്നും ഇത് അറിഞ്ഞില്ല, ഒരു ബന്ധുക്കളും അറിഞ്ഞിട്ടുമില്ല ഇത്. ഈ സാധാരണ അഖില ഈ പുറത്ത് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ എവിടെയാണ് ഏൽപ്പിക്കുന്നത്? ഇവിടെ ഏൽപ്പിക്കാറുണ്ട്? ഇവിടെ അന്ന് ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഏൽപ്പിക്കാറുണ്ട്. പിന്നെ അവിടെ നന്ദിയോട്ടിക്കുമ്പോൾ നന്ദിയോട്ട് ഡാൻസ് ക്ലാസ്സിൽ അവിടെ ഏൽപ്പിച്ചിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രാജഡി ആദ്യമായിട്ടാണ് കേൾക്കണത് തന്നെ. ഇതിലൊരു വ്യക്തത കുറവ് വരുന്നതേ, ഇപ്പം 3 ദിവസത്തേക്കാണ് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അടിക്കുന്ന ഒരാളെ മനഃപൂർവ്വം ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകും, വീട്ടിലേൽപ്പിച്ചിട്ട് പോകാനല്ലേ നോക്കും സാധാരണ. അവൻ ഇനി തരാൻ വേണ്ടിയിട്ട് അനുവദിക്കണ്ടേ? കാരണം നമ്മൾ ഫോണുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഇവള് പോയതുപോലെ അറിയുന്നത് ഞാൻ ഇന്നലെയാണ്, മെനഞ്ഞാന്ന് വെളുപ്പാങ്കാലം, ഇന്നലെ വെളുപ്പാങ്കാലമാണ് ഞാൻ അറിയണത് അവളിവിടെ ഇല്ല. 27-ാം തീയതി 28-ാം തീയതി തമിഴ്നാട്ടിൽ പോയേക്കുകയാണെന്നും കമ്പിയിലിങ്ങനെ പൈസ അല്ല കയ്യിലിങ്ങനെ കമ്പി ഇടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അഷ്കർ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അതിനാണ് പൈസയ്ക്ക് പോയേക്കണേന്ന്. പിന്നെ വേറൊരു വിഭാഗം ആൾക്കാർ ഇതിൻ്റെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ അച്ഛൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞെന്ന്, ഇങ്ങനെ നീ കമ്പിയിടാനാണ് പൈസയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പോകണ്ട, ഇനി കൊണ്ടുപോകാൻ, ഞങ്ങൾ കൊച്ചിൻ്റെ സംരക്ഷണം ഏറ്റുകൊള്ളാം, കുഞ്ഞിനെ ഇനി തന്നാൽ മതി, കൊച്ചിൻ്റെ കൈ ഇടാനുള്ള കമ്പിക്ക് ഞങ്ങൾ ചിലവാക്കാം എന്നൊക്കെ പറഞ്ഞെന്ന് ഓരോരുത്തർ പറഞ്ഞ് ഞാൻ അറിയുന്നതേ ഉള്ളൂ. ഇതിൽ വേറൊരു കാര്യം വരുന്നത്, ഈ അഷ്കറിന് ഈ കുഞ്ഞിനെ ഇഷ്ടമല്ല എന്നെങ്കിൽ അതിനെ ഏറ്റെടുക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ നോക്കാമെന്ന് പറയുന്നു, അതിൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് ആദ്യ ഭർത്താവിൻ്റെ വീട്ടുകാർ നോക്കാമെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാമെന്ന് ഇവർ പറഞ്ഞതായി ഡാൻസ് ടീച്ചർ ഇവരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇയാളെ കൊച്ചിനെ കൊടുക്കാതിരുന്നത്? അവൻ കൊല്ലണം എന്നൊരു ഉദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ കൊല്ലണമെന്നുള്ളൊരു ഉദ്ദേശം അവൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അതായിരിക്കാം അവൻ തരാത്തത്. എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ചില്ല? അപ്പോൾ അതിൽ അവൾക്കും പങ്കുണ്ട്. കാരണം അവൻ ഉപദ്രവിക്കുന്നത് അവൾക്ക് അറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ അറിയാമെങ്കിൽ എന്തുകൊണ്ട് അവൾ എൻ്റെ കുട്ടിയെ ഏൽപ്പിച്ചില്ല? അപ്പോൾ അവൾക്കും അതിലൊരു പങ്കില്ലേ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഞാനും ലീഗലി നമ്മൾ സാധാരണക്കാരാണ്. പക്ഷേ അവൾക്ക് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കണമെന്ന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് അവൾ എന്നെ ഏൽപ്പിച്ചില്ല? നൊന്ത് പ്രസവിച്ച കുഞ്ഞല്ലേ, അവൾ പ്രസവിച്ചു എന്നുള്ളതേ ഉള്ളൂ, വളർത്തിയത് ഞാനാ. ഇവിടെ 1 മാസം വരെ അന്വേഷിക്കായിരുന്നു. ഇവിടെ അവർ നോക്കാതിരുന്നപ്പോൾ ഇവിടെ എൻ്റെ അമ്മയാണ് നോക്കിയത്. ഞാൻ ജോലിക്ക് പോകും, വൈകിട്ട് വരും. എന്നുവെച്ചാൽ ഒരു അനുസരണയുള്ള കുട്ടിയാണ് അവൻ. നല്ല മോനാ. ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ അവിടെ വെച്ച് മക്കളൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നേ കഴിക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ നല്ല മെമ്മറിയാണ്, അവൻ പെട്ടെന്ന് അത് പഠിക്കും. സ്കെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് അതിനെ ഇങ്ങോട്ട് പറയുകയും ചെയ്യും. നല്ലൊരു മോനായിരുന്നു. ഇനി എൻ്റെ പൊന്നു മോനെ എനിക്ക് ആർക്കെങ്കിലും തരാൻ കഴിയുമോ? ഞാൻ എൻ്റെ വസ്തു ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാം. എൻ്റെ പൊന്നു മോനെ എനിക്ക് ആർക്കെങ്കിലും തരാൻ പറ്റുമോ? എൻ്റെ മനസ്സിലേക്കണ മുറിവുകൾ മാറ്റിത്തരാൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടില്ലേ? ഇവരുടെ മുന്നിൽ പോയി ഞാനിനിയിപ്പോൾ പുറത്തോട്ട് പോയെന്നിരിക്കട്ടെ, പുറത്തോട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ളവർ കാണുന്ന ആ ദൃഷ്ടി ഞാനൊരു കുറ്റക്കാരി എന്നുള്ള ലെവലിൽ കാണില്ലേ? എനിക്കത് മാറ്റാൻ പറ്റുമോ? എൻ്റെ മനസ്സിനെ ഏറ്റ മുറിവ് മാറ്റാൻ പറ്റുമോ? അപ്പം എൻ്റെ മോളാണെന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ഒരു കാരണവശാലും ഇവിടെ നിന്ന് ആരും ഒന്നിനും ഇറങ്ങില്ല. ഞാൻ ഇറങ്ങില്ല. എനിക്ക് ഇങ്ങനെ ഒരു മോളെ വേണ്ട എനിക്ക്. ഞാൻ വെറുതെ പറയണതല്ല. ഞാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ മരിച്ചിട്ട് 6.5 വർഷം കഴിഞ്ഞു. 6.5 വർഷം കഴിഞ്ഞുവെങ്കിൽ ഒരു അച്ഛനും അമ്മയും ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് കാര്യങ്ങളാണ് ഈ വീട്ടിനകത്ത് ഞാൻ ചെയ്യണേ. എൻ്റെ കുട്ടിയുടെ ഓരോ കാര്യത്തിന് 1 രൂപയ്ക്ക് ആരോടും ഞാൻ പോവാറില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണം. അപ്പം ആ മോൾ എന്നോട് കാണിക്കുമ്പോൾ ഇനി അവൾക്ക് ഞാൻ കെയറിങ് ആയിട്ട് പോകണോ? ഇനി ഞാൻ പോവില്ല. പങ്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട സമയത്ത് അവൾ എനിക്ക് കുഞ്ഞിനെ തരുമായിരുന്നു. എന്തുകൊണ്ട് അവൾ തന്നില്ല? അപ്പോൾ അവൾക്കും അതിന് സൈഡ് നിന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പം മാനസികമായിട്ടാണ് ടോർച്ചർ ചെയ്യുന്നത്. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ടാണ് അവൾ കുഞ്ഞിനെ പോലെ ഞങ്ങൾക്ക് തരാത്തത്. നിങ്ങൾ ഈ കുഞ്ഞിനെ മർദ്ദിക്കുന്നുണ്ടെന്ന് എപ്പോഴാണ് നിങ്ങൾക്കൊരു സംശയം തോന്നി? എപ്പോഴായിരുന്നു സംശയം തോന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഇവൾ കുഞ്ഞിനെ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ സാധനം പിറക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അവർ സാധനം പിറക്കാനായിട്ട് സന്ധ്യയ്ക്ക് വന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്ന സമയങ്ങളിൽ അങ്ങ് മേളിൽ റോഡ് സൈഡിലും വഴിയിലും നിന്ന് പറഞ്ഞത്, പിന്നെ ഞാൻ 5-6 ദിവസം കുട്ടിയെ നോക്കും, പിന്നെ പുഴുത്ത പട്ടിയെ നോക്കുന്നത് പോലെ നോക്കുള്ളൂ എന്ന് അഷ്കർ അവിടെ നിന്ന് ഉറച്ച് വിളിച്ച് പറഞ്ഞു. അത് കേട്ടവർ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം പറയുവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇതെൻ്റെ മനസ്സിൽ വെച്ചിട്ട് ഞങ്ങളായിട്ട് ഫോൺ ചെയ്തൊരു വിഷയം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുകയും 10-15 ദിവസം കഴിഞ്ഞപ്പോൾ 2 കയ്യിലും പ്ലാസ്റ്റർ ഇട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോഴാണ് അന്ന് രാത്രിയിൽ ഒരു 9-9:30 മണിക്ക് ഞാൻ നെടുമങ്ങാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ആ കാര്യങ്ങൾ അവിടെ ബോധിപ്പിക്കുന്നു. ആ ഫോട്ടോസ് ഉൾപ്പെടെ ഞാൻ അവിടെ സാറിനെ കാണിക്കുക. ഈ ഫോട്ടോസ് അവിടെ സ്റ്റാറ്റസ് വരെ ഇടുന്നത് ഈ അഖിലയാണ്.
അപ്പോൾ അത് കണ്ടാൽ ഒരു മനുഷ്യരായിട്ടുള്ളവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞു വാവ ഇവിടുന്ന് പോയതിന് ശേഷം ചിരിച്ച മുഖം കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ മോൻ്റെ ദയനീയാവസ്ഥ അത്രയും വളരെ പരിതാപകരമായിരുന്നു.